എന്നാലും നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. കണ്ണൂരും പെരുമ്പാവൂരും ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ ആദ്യ പട്ടിക പുറത്തിറങ്ങിയിരിക്കുകയാണ്. പട്ടികയിൽ 55 പേരാണുള്ളത്. കഴിഞ്ഞ തവണ 93 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് എന്ന് ഓർക്കുക. അതായത് ഇനിയും 40ഓളം അല്ലെങ്കിൽ 40ലധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലെ ഒരു സീറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് ഓർക്കുക. അമ്പലപ്പുഴ, പയ്യന്നൂർ, തളിപ്പറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ CPM വിമതരെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനം പുറത്തു വന്നിട്ടില്ല. മറ്റ് സീറ്റുകൾക്കായി തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കെ സുധാകരൻ വഴങ്ങിയാൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പകുതി പ്രശ്നങ്ങൾ കോൺഗ്രസിന് അവസാനിക്കും. എൽദോസ് കുന്നപ്പള്ളിയെ മെരുക്കാനും കോൺഗ്രസിന് വലിയ പാടാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നൊക്കെയാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ. ജിമ്മി ജെയിംസ്, ചോദിക്കാനുള്ളത് ഇത്രമാത്രം. അതായത് കോൺഗ്രസിന്റെ പട്ടിക ഇന്ന് വരും എന്നെന്നും പറയും. പക്ഷേ അവസാനം പട്ടിക വീണ്ടും നീണ്ടുപോകാറാണ് പതിവ്. ഇന്ന് പക്ഷേ 55 പേരുടെ പട്ടിക വന്നിരിക്കുന്നു. ഈ പട്ടികയെങ്കിലും നമുക്ക് കോൺഗ്രസ് അണികൾക്ക് സന്തോഷിക്കാവുന്ന ഒന്നാണ്. അല്ല, ഈ പട്ടിക ആയിരുന്നെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പേ, അതായത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അറിയുമ്പോഴേ പ്രഖ്യാപിക്കാവുന്ന പട്ടികയാണ്. 55 പേരിൽ ഏതാണ്ട് ഒരു 48-49 എണ്ണം നേരത്തെ തന്നെ നമുക്ക് പറയാവുന്നതാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പട്ടിക പ്രഖ്യാപനം എങ്ങും ആയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. കോൺഗ്രസ് കാത്തിരുന്നത് എന്തിനാ? കോൺഗ്രസ് കാത്തിരുന്നത് പരമാവധി സ്ഥാനാർത്ഥികളെ ഇറക്കി ഞങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചർച്ച മുഴുവൻ, ആ ചർച്ചകൾ മുഴുവൻ പൊളിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്. വലിയ തർക്കമുള്ള ഒരു സീറ്റിലും അബിൻ വർക്കിയുടെ കാര്യത്തിൽ പോലും നമുക്കറിയില്ല. 3 ദിവസം മുമ്പ് അബിൻ വർക്കി സീറ്റ് ഉറപ്പിച്ചതാ, ഇപ്പൊ എവിടെ പോയി? ഇന്ന് വീണ്ടും ഒരു ലിസ്റ്റ് കൂടി വരാൻ സാധ്യതയുണ്ട്. ലേറ്റർ അങ്ങനെയാണെങ്കിൽ ഈവൻ ബാഡ്. ഞാൻ പറഞ്ഞത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു പട്ടിക ഇറക്കുകയാണെങ്കിൽ ഇപ്പം ഇറക്കാമായിരുന്നെങ്കിൽ അതിൻ്റെ ശോഭയെന്ന് ആലോചിച്ച് നോക്കൂ. പ്രശ്നം കോൺഗ്രസിന് ഒരു വിഷയം തീർക്കാനും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു പട്ടികയായി കൊണ്ടുവരാനും കോൺഗ്രസ് പരാജയപ്പെട്ടു. അതുകൊണ്ട് നേരത്തെ തന്നെ അറിയാമായിരുന്ന സീറ്റുകൾ ഞങ്ങളും അടിച്ചേ എന്ന് പറയൂലേ, ഞാനും അടിച്ചു, എന്നെ 10 അടിച്ചു, ഞാനും അടിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു അടി മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവർക്കും അറിയാവുന്ന, മിക്കവാറും എല്ലാം അറിയാവുന്ന, ഇപ്പോൾ വട്ടിയൂർക്കാവ് കെ മുരളീധരൻ തന്നെ ജോലി തുടങ്ങിയിട്ട് ആഴ്ച 2ആയി. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയേണ്ടത് തിരുവനന്തപുരത്തുള്ള ബാക്കിയുള്ള സീറ്റുകൾ എവിടെയാണ്? ശിവകുമാറിൻ്റെ സീറ്റ് എവിടെയാണ്? തിരുവനന്തപുരം കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട തർക്കം നടക്കുന്ന ജില്ലകളിലെ കാര്യം എന്താ? ഇതൊന്നുമില്ലാതെ ഇതൊരു പട്ടികയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസ് ആണ് തർക്കമൊക്കെ നടക്കും. പക്ഷേ ഇത്തവണത്തെ പ്രശ്നം ഇനി കൗണ്ട് ഡൗൺ ഒരു ദിവസം കൂടെ കഴിഞ്ഞു. ഇതിന് എന്ന് വരാനാണ്? അവിടെയാണ് വിഷയം. യെസ്, ജിമ്മി പറയുന്നത് ശരിയാണ്. അതിനകത്ത് ഈ ഒരു വീണ്ടും ക്ഷമ പരീക്ഷിക്കുന്ന നിലയിലുള്ള ഒരു ഡിലേ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ വിഷയം തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ടാണ് അതിൽ ഇപ്പോഴും ഇത്രയും കർശനമായൊരു എന്താ പറയുക, എല്ലാം പരിഹരിച്ചേ ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയുള്ളൂ. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ വരാൻ പോകുന്ന ദിവസങ്ങൾ പോലും ഇനി വളരെ ഇത്രയും നിർണായകമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത്രയ്ക്കൊക്കെ സാവകാശം എടുക്കുന്നത് ഒരുപക്ഷെ കടുത്ത പരീക്ഷണമാണ് എന്ന് പറയേണ്ടി വരും. അതിലവർക്ക് മുറിവേൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അവർ തന്നെ അതിന് പരിഹാരം കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്ത് വെച്ചായിരിക്കും അത് പിന്നീട് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് പിന്നെ എൽദോസ് വന്നിട്ട് മീഡിയയെ കാണുന്ന സമയത്ത് പോലും അയാളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാണ്, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, എനിക്ക് ഇപ്പോഴും പിന്നെ ഒരു എന്താ പറയുക, സ്ഥാനാർത്ഥിയാവാനും മത്സരിക്കാനുമുള്ള എൻ്റെ അവകാശത്തെക്കുറിച്ച് ഞാൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതുപോലും ആ തലത്തിൽ പോലും അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുധാകരൻ ഇപ്പോഴും അവർക്ക് വഴങ്ങി കൊടുത്തിട്ടില്ല. ഒന്നുകിൽ മത്സരിക്കും, അല്ലെങ്കിൽ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് പറയുന്ന സംഗതി. അപ്പോൾ എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആളുകളുടെ മനസ്സിൽ വലിയ സംശയങ്ങൾക്ക് അത് കാരണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പ്രഖ്യാപിച്ച പിന്നെ ലിസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏറെക്കുറെ അറിയാവുന്നതായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത്. മാത്രമല്ല പലരും ഇന്ന് രാവിലെ തന്നെ പ്രചാരണം ആരംഭിച്ചതാണ്. പലരും റോഡ് ഷോയും ഒക്കെ ആയിട്ട്, ബിന്ദു കൃഷ്ണയും TJ വിനോദും ഒക്കെ റോഡ് ഷോകളും മറ്റും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അതിൽ വലിയ കൗതുകമോ വലിയ അത്ഭുതമോ ഒന്നും നമുക്ക് ഈ ലിസ്റ്റ് പുറത്തു വന്ന് കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നില്ല. മാത്രവുമല്ല ഇനിയിപ്പോൾ ഈ വരാനിരിക്കുന്നതിൽ തന്നെ നമ്മൾ മറ്റ് അതായത് CPM-ൽ നിന്ന് വിട്ടുവരുന്ന ഇപ്പോൾ TK ഗോവിന്ദന് പിന്തുണയുണ്ടോ, അത് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ധാരണയായിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെ വരാവുന്നതായിരുന്നു. ആകെ ഞാൻ മനസ്സിലാക്കുന്നത് CP ജോണിന്റെ കാര്യം ഇതിന്റെ കൂടെ പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ്, അത് ഉറപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അല്ലാതെ വേറെ തരത്തിലുള്ള ഇവരുടെ തന്നെ ഈ വിസ്മയങ്ങളോട് ഇവരുടെ ഒരു സമീപനം എന്നാണ്, അല്ലെങ്കിൽ വിസ്മയങ്ങൾ ഇവരെങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ളൊരു വ്യക്തതയും ഈ ലിസ്റ്റ് വഴി ഉണ്ടായിട്ടില്ല.
ഞാൻ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ ഇതിൽ കുറച്ച് വിസ്മയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അബ്ദുൾ റഷീദിനെ കൊണ്ട് ധർമ്മടത്ത് മത്സരിക്കാൻ, പിണറായിക്കെതിരെ മത്സരിക്കാൻ നിയോഗിക്കുന്നു. അബ്ദുൾ റഷീദ് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി ആയതാണ് ഒരു പ്രാവശ്യം, ഈ തവണ ആവുമെന്ന് പ്രതീക്ഷിച്ചാണ്. അപ്പോൾ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷം മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ടി കെ ഗോവിന്ദന് UDF പിന്തുണ എന്നൊക്കെ തളിപ്പറമ്പിൽ വിചാരിക്കാം. അല്ല, അത് അങ്ങനെയാണെങ്കിൽ അത് പറയുന്നതിൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഒരുമിച്ച് പറയാനായിരിക്കും ഈ പിന്തുണ കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിയെല്ലാം സിറ്റിംഗ് MLA-മാരാണ്. സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല, അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർ ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് ഒരു പണി. ഇപ്പോൾ ഏലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥി ഒരു പുതുമുഖമാണ്. അവർ കൗൺസിലറായിട്ട്, കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അതുപോലെ അഡ്വക്കേറ്റ് കെ ജയന്ത് നോർത്ത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംബന്ധിച്ച് ബാലിക മല തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഇളക്കമൊക്കെ CPM തട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് പിടിച്ചെടുക്കുക വലിയ പാടാണ്. കഴിഞ്ഞ പ്രാവശ്യം KM അഭിജിത്തും വല്ലാതെ കഷ്ടപ്പെട്ടിട്ടും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തവണ തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി. മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്ത്, APL കുമാറുള്ള സിറ്റിംഗ് MLA-മാരുടെ പറയുന്നത് VS ജോയിയുടെ തവനൂരിലെ സ്ഥാനാർത്ഥിത്വം. തവനൂരിൽ സന്ദീപ് വാര്യർ മോഹിച്ചൊരു സീറ്റാണ്. അവിടെ കൊണ്ട് VS ജോയിയെ പോലെ സ്ഥാനാർത്ഥി വയ്ക്കുന്നു. VS ജോയിക്കുള്ള ഒരു സന്ദീപ് വാര്യർക്ക് സീറ്റ് ഇല്ല, അതിനർത്ഥം സീറ്റില്ല എന്നാണ്. ശ്രമിച്ചത് തൃശ്ശൂര്, പാലക്കാട്, തവനൂര്, ഇത് മൂന്നും ഇല്ലാന്ന് ഈ ലിസ്റ്റോട് കൂടി ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കുമോ നമുക്കറിയില്ല. ഇനി തെക്കൻ കേരളത്തിൽ എവിടെയെങ്കിലും കൊണ്ട് നിർത്തുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ അതുപോലെ നൗഷാദ് അലിയുടെ സ്ഥാനാർത്ഥിത്വം പൊന്നാനി, അത് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അത് എത്രയോ വർഷമായിട്ട് അവിടെ ജോലി തുടങ്ങിയ ഒരാളാണ്. രമേഷ് പിഷാരടിയാണ് മറ്റൊന്ന് പാലക്കാട്. ഈ രമേഷ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായ കൗതുകമുണ്ട്. അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെ വലിയൊരു ക്രൗഡ് പുള്ളറാണ്, BJP ക്രൗഡ് പുള്ളറാണ് മത്സരിക്കുന്നത്. CPM-ന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ആര് ജയിക്കുമെന്ന് നേരത്തെ പറയാമെന്ന് തോന്നുന്നു. BJP ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് തോന്നുന്നു. എനിക്കറിയില്ല, കാരണം വെച്ചാൽ രമേഷ് പിഷാരടി എന്ത് രാഷ്ട്രീയ പോരാട്ടമായിരിക്കും അവിടെ നടത്തുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ആശങ്കയുണ്ട്. ചിലപ്പോൾ അത് നല്ല പെർഫോമൻസ് നടത്തിയേക്കാം, എനിക്കറിയില്ല. അപ്പോൾ സുരേഷിൻ്റെ നേരത്തെ തന്നെ നമ്മൾ പ്രവചിക്കപ്പെട്ടൊരു സാധനമാണ്. അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ ചിറ്റൂരിൽ നേരത്തെ മത്സരിച്ച ആളാണ്, രണ്ടാമത് മത്സരിക്കുന്നു, പിടിച്ചെടുക്കുക. ഇനി ഞാൻ പറയാമോ, തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ജില്ല. അതിൻ്റെ കാരണം തൃശ്ശൂർ പിടിക്കണം. ഈ തിരുവനന്തപുരം പോലുള്ള ജില്ലകൾ പിടിച്ചാൽ മാത്രമേ കോൺഗ്രസ് എന്തെങ്കിലും തരത്തിൽ ലീപ്പ് ഉണ്ടാക്കാൻ കഴിയും. തൃശ്ശൂർ നോക്കുക. തിരുവനന്തപുരം ജില്ലയിൽ K മുരളീധരൻ മത്സരിക്കുന്നുണ്ട്, ഒരു സ്റ്റാർ ഫിഗർ ഉണ്ട്. ഇവിടെ തൃശ്ശൂരത്തെ സ്റ്റാർ ഫിഗർ TN പ്രതാപനാണ്. TN പ്രതാപനോടൊപ്പം നിർത്തിയിട്ടുള്ളത് ഒന്ന് രാജൻ പല്ല്, തൃശ്ശൂർ മുൻ മേയറാണ് അദ്ദേഹം. അതുപോലെ ഷാജി കോടങ്കണ്ടത്ത്, അങ്ങനെയുള്ള കുറേ അധികം തൃശ്ശൂരുകാരെയാണ് വെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അതത് മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള ആളുകളെ തിരഞ്ഞെടുത്തതായിരിക്കാം. കയ്പമംഗലത്ത് ഒരു നാസർ കൊടുങ്ങല്ലൂരുകാരനാണ്. കയ്പമംഗലത്ത് നാസറിനെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് പ്രശ്നം ഉണ്ടാക്കിയതാണ്. കൊടുങ്ങല്ലൂർ കോൺഗ്രസ് ഇല്ലാതാക്കിയ ആളാണെന്ന് പറയുന്നു. കൊടുങ്ങല്ലൂർ ജനീഷ് കുമാറിനെ ഇടയ്ക്ക് രമ്യ ഹരിദാസ് നേരെ തിരുവനന്തപുരത്ത് ചിറങ്കീഴ് വന്നു. എന്റെ ക്വസ്റ്റ്യൻ, ഈ കോൺഗ്രസ് തിരികെ അധികാരത്തിൽ വരണമെങ്കിൽ, UDF അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടണം. കോൺഗ്രസിന് സീറ്റ് കിട്ടണമെങ്കിൽ മുന്നേറ്റം നടത്തേണ്ട രണ്ട് പ്രധാനപ്പെട്ട ജില്ലകളാണ് തിരുവനന്തപുരവും തൃശ്ശൂരും. ഇവിടെ സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പറയുന്ന അക്കത്തിലേക്ക് എത്തുകയുള്ളൂ. അതിന് പറ്റിയൊരു സ്ക്വാഡാണോ തൃശ്ശൂരിൽ ഞാൻ കാണുന്നതെന്നൊരു സംശയം എനിക്കുണ്ട്. തീർച്ചയായും തൃശ്ശൂർ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റം ഉണ്ടല്ലോ, ആ മുന്നേറ്റത്തിന് അനുസൃതമായ ഒരു സ്ക്വാഡ് അവിടെ വേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പേരുകൾ നമുക്ക് മാത്രം കൊണ്ട് നമ്മൾ തീരുമാനത്തിലെത്താൻ കഴിയില്ല. കാരണം ഇവർക്ക് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇവരുടെ ബന്ധങ്ങളും ഒക്കെ തന്നെ വളരെ പ്രധാനം. ഇപ്പൊ രാജൻ കെ പല്ലൻ നമുക്കറിയില്ല, അത്ര പരിചയമില്ല ആണ്. പക്ഷെ എന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ എത്രത്തോളം ജനകീയ പിന്തുണ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ കിട്ടാൻ, അവിടെ ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നത് ആലങ്കോടാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വിന്നബിലിറ്റി ആണോ അതോ അക്കോമഡേഷൻ ആണോ ഇതിൽ ഏറ്റവും അധികം പ്രധാനമായിട്ട് ഇവർക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഇതിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ജിമ്മി രാജ് ശ്രദ്ധിച്ചോ, KC വേണുഗോപാൽ വളരെ ആഹ്ലാദഭരിതനും സതീശൻ വളരെ ഖിന്നനുമായി. അതിനർത്ഥം ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഈ പട്ടികയിലുണ്ടായി. സതീശൻ കൊണ്ടുപോയ ലിസ്റ്റ് യാഥാർത്ഥ്യമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ, ദാറ്റ് മീൻസ് KCയുടെ ഒരു ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ട്. അക്കോമഡേഷനുള്ള സാധ്യതയും ഞാൻ വരാൻ പോകുന്ന പട്ടികയിൽ മുഴുവൻ അത് വരാൻ പോകണം. അതിന്റെ പേരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ നിലനിർത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം അത് വീണ്ടും എൽദോസിനെ ഈ മീഡിയ കാണാനുള്ള ഒരു പ്രേരണ പോലും രമേശിന്റെ പിന്തുണയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു ഇപ്പോഴും തീരാനുള്ളത് മുഴുവൻ അവിടെ കിടക്കുകയാണ്. അതാണ് ഇപ്പോഴും തീരാനുള്ള പ്രശ്നങ്ങൾ, കുരുക്കഴിച്ച് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ പട്ടിക. ഇത് കോൺഗ്രസ് സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ ഒന്നാം തരം നേതാക്കൾ മുഴുവൻ MP-മാരാണ്. MP-മാർ മത്സരിക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം വരും. കോന്നി ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതെ, അടൂർ പ്രകാശ് വരുമോ, ഞാൻ വരും എന്ന ഒരു സാധ്യത ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. കോന്നിയും കണ്ണൂരും ഒഴിച്ചിട്ടിരിക്കുകയാണ്. അന്തിമമായി ചിലപ്പോൾ ആ രണ്ട് സീറ്റുകളിലേക്ക് ഇവരെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊന്നും പറയാറായിട്ടില്ല. കോൺഗ്രസിന്റെ 55 അംഗ ആദ്യ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ബാക്കിയുള്ളവർ എപ്പോൾ ആ പട്ടിക പുറത്തിറങ്ങും എന്നുള്ള ആലോചനയിൽ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ
ടി വിയുടെ മുന്നിലും സോഷ്യൽ മീഡിയയിലുമാണ് എന്ന് നമുക്കറിയാം. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആര് എന്നറിയാനുള്ള ആകാംക്ഷയിൽ അവർ ദിവസങ്ങളായി കാത്തിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ആ പട്ടിക പുറത്തുവിടണമെങ്കിലേ അണികളെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അധികാരത്തിൽ വരണമെങ്കിൽ മത്സരിക്കണമല്ലോ, അതിന് സ്ഥാനാർത്ഥികൾ വേണമല്ലോ. ഏതായാലും